കാറ്റും മഴയായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കറണ്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് കറണ്ടുണ്ട്. നമുക്ക് എന്നാൽ വാഷിംഗ് മെഷീനകത്ത് തുണി അങ്ങ് കഴുകാമെന്ന് ഓർത്തു ഞാൻ. വാഷിംഗ് മെഷീനകത്ത് തുണിയെല്ലാം കഴുകാനിട്ടുണ്ട്. ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യണം. അത് എന്തായാലും ഒന്ന് ചപ്പാത്തിയും മീൻകറി ആക്കാമെന്ന് ഓർത്തു. മഴയൊന്ന് തോന്നുന്ന സമയം കൊണ്ട് ഞാൻ പോയി മീൻ വാങ്ങിയിട്ട് വന്നു. മീനൊന്നും കിട്ടാനില്ല. മഴയായതുകൊണ്ട് ബോട്ടൊന്നും പോകുന്നില്ലെന്നാണ് ആ കടയിലെ ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് മീനിനൊക്കെ നല്ല വിലയുമാണ്. ഒരു കഷ്ണം റിച്ചുവിന് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അരപ്പ് തേച്ച് വെക്കാമെന്ന് ഓർത്തു. പിന്നെ ബാക്കിയെല്ലാം കറി വെക്കാൻ വേണ്ടി മുറിച്ചിട്ടേ. വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചതും ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് അത് വറക്കാൻ വേണ്ടി അരപ്പ് വെച്ച് വെച്ചു. പിന്നെ തലേദിവസത്തെ കറി ഇരുന്നത് ചട്ടിക്കകത്തുനിന്ന് വടിച്ച് വെച്ചിട്ട് ആ ചട്ടി വെച്ച് മീൻ കറിയും സെറ്റാക്കി. പിന്നെ റിച്ചുകുട്ടൻ്റെ മീനും വറുത്തു. ഇടയ്ക്കിടയ്ക്ക് റിച്ചുകുട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉമ്മി കഴിക്കാനായോ ആയോ എന്ന്. അതിൻ്റെ കൂടെ ചപ്പാത്തി സെറ്റാക്കി. എന്നിട്ട് മീൻ വറുത്തതും ചപ്പാത്തിയും കൂടി റിച്ചുകുട്ടന് കൊടുത്തിട്ട് ഞാൻ വന്ന് അടുക്കള നോക്കിയപ്പോൾ അടുക്കള നിറച്ച് പാത്രമുണ്ട്. ആ പാത്രം എല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം വൃത്തിയാക്കി. ആ സമയത്ത് റിച്ചുകുട്ടൻ അവിടെ നിന്ന് കളിക്കുവാണ് കേട്ടോ. അവന് മിക്സിയൊക്കെ വെച്ചാൽ കളിക്കുന്നത്. അത് അടുക്കളയെല്ലാം വൃത്തിയാക്കി പാചകത്തിൻ്റെ പുറമെല്ലാം തുടച്ചിട്ട് ഞാനും കഴിച്ചു. ഞാനും റിച്ചുകുട്ടനും കൂടി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്.